അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് ഞാനും നിങ്ങളുമുള്ളത്. ഈ റമദാൻ മാസത്തിൻ്റെ എല്ലാ പവിത്രതയും നിലനിർത്തുവാനും അതിൻ്റെ എല്ലാ പുണ്യവും ഫضലും നേടിയെടുക്കുവാനും അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് മുമ്പ് മാതൃക കാണിച്ചു തന്നിട്ടുള്ള സലഫു സാലിഹുകൾ നന്മകളിൽ അങ്ങേയറ്റം മുന്നേറുന്നവരായിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനയുമുണ്ട് ആ വിഷയത്തിൽ. നിങ്ങൾ നന്മയിൽ മുന്നേറുവീൻ, മത്സരിക്കുവീൻ എന്നൊക്കെ ഖുർആനിൻ്റെ പ്രയോഗം നമുക്ക് കാണാൻ സാധിക്കും. സ്വഹാബിമാരുടെ, താബിഉകളുടെ, തബഉ താബിഉകളുടെയൊക്കെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നന്മയുടെ ഒരു അവസരവും അവർ പാഴാക്കിയിരുന്നില്ല എന്നതാണ് അവരുടെ പ്രത്യേകത. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബി വര്യന്മാർ, അവരിൽ ഏറ്റവും പ്രമുഖരാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ദിവസം സുബ്ഹ് നമസ്കാരത്തിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ചോദിക്കുകയാണ്, ഇന്ന് നോമ്പുകാരനായി നേരം പുലർന്നവർ ആരാണ് നിങ്ങളിലുള്ളത്? ഇന്ന് ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തവർ ആരാണുള്ളത്? ഒരു രോഗിയെ സന്ദർശിച്ചവർ ആരാണുള്ളത്? ഒരു അഗതിക്ക് ഭക്ഷണം നൽകിയവർ ആരാണുള്ളത്? ഇതിനെല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, ഞാനുണ്ട് പ്രവാചകരെ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നാണ്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തോട് മറുപടിയായി പറയുന്നു, മജ്തമഅൻ ഫീ ഇംറിഇൻ ഇല്ലാ ദഖലൽ ജന്ന. ഈ 4 കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉൾപ്പെടുകയാണെങ്കിൽ, ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന്. സഹോദരന്മാരെ, നമുക്കിതിൽ വലിയ മാതൃകയുണ്ട്. ഇതാണ് വിശ്വാസം. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടാൻ അവർ യോഗ്യരായത് ഇങ്ങനെയാണ്. നന്മയുടെ വാതായനങ്ങൾ മുന്നിൽ തുറന്നു നൽകപ്പെടുമ്പോൾ അതിലോരോ വാതിലിലൂടെയും പ്രവേശിക്കാൻ അവർ മത്സരം കാണിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷവാർത്ത അറിയിക്കുന്നത്, സ്വർഗത്തിൻ്റെ എല്ലാ കവാടങ്ങളിലൂടെയും താങ്കളെ വിളിക്കപ്പെടും. സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ടെന്നും ഓരോ കവാടത്തിലൂടെയും പ്രത്യേകം അമലുകളിൽ പുണ്യം നേടിയവരാണ് പ്രവേശിപ്പിക്കപ്പെടുക, വിളിക്കപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ ആ എല്ലാ വാതിലിലൂടെയും വിളിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, താങ്കൾ അവരിൽപ്പെട്ടവനാണ്. താങ്കളെ എല്ലാ വാതിലുകളിലൂടെയും വിളിക്കപ്പെടുമെന്നാണ്. അപ്പോൾ സഹോദരന്മാരെ, ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, നമ്മൾ റമദാൻ മാസത്തെ പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതൊരു വെറും വാക്കല്ല, ഒരു ആലങ്കാരിക പ്രയോഗമല്ല, മറിച്ച് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. എല്ലാ നിലക്കും പുണ്യങ്ങൾ വാരിക്കൂട്ടാനുള്ള ധാരാളം അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു തുറന്നു വെച്ച് തരികയാണ്. ആ ഓരോ അവസരവും നമ്മൾ നമസ്കാരമായിക്കൊണ്ട്, നോമ്പായിക്കൊണ്ട്, സ്വതക്കയായിക്കൊണ്ട്, സിക്റുകളും ദുആകളുമായിക്കൊണ്ട്, ഖുർആൻ പാരായണമായിക്കൊണ്ടൊക്കെ ഈ റമദാൻ മാസത്തിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെന്നാണ്. സത്യവിശ്വാസിയുടെ ഉപമയായി അള്ളാഹു തന്നെ പറഞ്ഞത്, അവൻ എല്ലാ നിലക്കും മറ്റുള്ളവർക്ക് ഫലം നൽകുന്നവർ, ഉപകാരം ചെയ്യുന്നവരായിരിക്കുമെന്നാണ്. തുഅ്തി ഉക്ലഹ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹ. സത്യവിശ്വാസിയുടെ ഉദാഹരണം ഒരു നല്ല വൃക്ഷത്തെയാണ് അള്ളാഹു ഉപമിച്ചത്. എന്നിട്ട് പറയുകയാണ്, അത് എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അതിൻ്റെ ആളുകൾക്ക് ഫലം നൽകിക്കൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഞാനും നിങ്ങളും ഈ റമദാൻ മാസത്തിൽ വെറും ഇബാദത്തുകൾ മാത്രമല്ല, അള്ളാഹുവിനോട് മാത്രമല്ല നമുക്ക് കടപ്പാടുള്ളത്, നമുക്ക് അള്ളാഹുവിൻ്റെ സൃഷ്ടികളോടും ചില കടമകളുണ്ട്. ആ കടമകൾ കൂടി നിർവഹിക്കാൻ, നമ്മുടെ സമ്പത്ത് ചെലവഴിക്കാൻ, ആവശ്യക്കാർക്ക് നമ്മുടെ സഹായം എത്തിച്ചു കൊടുക്കാൻ ഒക്കെ ഈ റമദാൻ മാസം നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. ആ നിലക്ക് റമദാൻ മാസത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന സച്ചരിതരായ സത്യവിശ്വാസികളുടെ, മുത്തക്കികളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബാറക്കല്ലാഹു ലനാ ഫിൽ ഖുർആനിൽ കരീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.